ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം സോഷ്യോളജിയുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ്, അതായത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പം പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വീഡിയോക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് ബ്ലോക്കിലെ 2 യൂണിറ്റുകൾ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. ഇപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 നമ്മൾ നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് GS ഗുറയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ്, ട്രൈബ്, കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു മേഖലയിലാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. നോക്കാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ എവല്യൂഷൻ ഓഫ് ദ ഇൻഡോളജിക്കൽ അപ്രോച്ച് ഇൻ ദ സോഷ്യോളജി ഡിസിപ്ലിൻ എന്നാണ്. അതായത് സാമൂഹ്യശാസ്ത്ര അല്ലെങ്കിൽ സോഷ്യോളജി വിഭാഗത്തിലെ ഇൻഡോളജിക്കൽ സമീപനത്തിൻ്റെ മാറ്റം വിവരിക്കാനാണ് ചോദിക്കുന്നത്. പിന്നെ ആൻസർ, കിഴക്കിൻ്റെ ചരിത്രവും സംസ്കാരവും പഠിക്കാൻ, അതായത് നമ്മുടെ പാശ്ചാത്യ രൂപത്തിലുള്ള പൗരസ്ത്യ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും പഠിക്കാൻ അനുയോജ്യമായ ഒരു അക്കാദമി വിഭാഗമാണ് ഇൻഡോളജി അഥവാ ഓറിയൻ്റൽ പഠനം എന്ന് പറയുന്നത്. സംസാരവും, അതായത് ഈ ഒരു മേഖലയുടെ, അതായത് നമ്മുടെ പൗരസ്ത്യ നാടിൻ്റെ പഠനത്തിന് നമ്മളെ ഇന്ത്യക്കാർ തന്നെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു പഠന മേഖല തന്നെയാണ് ഇത് ഇൻഡോളജി പഠനം അല്ലെങ്കിൽ ഓറിയൻ്റൽ പഠനം എന്ന് പറയുന്നത് കേട്ടോ. ഫ്രഞ്ച്, ജർമ്മൻ സർവകലാശാലകളിലും ഇൻഡോളജി അതിൻ്റേതായ ഇടം നേടിയിട്ടുണ്ട്. ജർമ്മൻ ഇൻഡോളജിസ്റ്റുകൾ ഇന്ത്യയിലെ സാഹിത്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിപുലമായ പഠനം നടത്തിയവരാണ്. ജർമ്മൻ ഇൻഡോളജിസ്റ്റായ മാക്സ് മുള്ളർ വേദങ്ങളിലെ ഏറ്റവും സങ്കീർണമായ ഋഗ്വേദം പരിവർത്തനം ചെയ്യുകയും മിഷണറിമാരും കോളനിക്കാരും ഓറിയൻ്റലിസ്റ്റുകളും ഇൻഡോളജിക്കൽ വീക്ഷണത്തിൻ്റെ വക്താക്കളാണ്. ഒരു വിഷയം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ ഇൻഡോളജിക്കൽ പഠനങ്ങൾ ഈ സ്വാധീനങ്ങൾക്ക് കീഴിൽ ശരിയായ രൂപം പ്രാപിക്കുകയും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ഗണ്യമായ അളവിലുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വസ്തുതകൾ അടിസ്ഥാനമാക്കി ചരിത്രകാരന്മാർ, സാമൂഹ്യശാസ്ത്രജ്ഞർ, നരവംശാസ്ത്രജ്ഞർ, ഭാഷാശാസ്ത്രജ്ഞന്മാരൊക്കെ അവരുടെ സ്വാധീനം കൊണ്ട് ഇൻഡോളജിക്കൽ വീക്ഷണം രൂപപ്പെട്ടു എന്ന് മാത്രമല്ല അത് വികാസം പ്രാപിക്കുകയും ചെയ്തു. അത്രയുള്ളതിൽ 2 മാർക്കിന് അതാണ് കൂടുതൽ സാധ്യത കാണുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി 4 മാർക്കിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യത. ഡിസ്ക്രൈബ് ദ ഐഡിയാസ് ഓഫ് കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജാതിയുടെയും ബന്ധുത്വത്തിൻ്റെയും ആശയങ്ങൾ വിവരിക്കാനാണ്. ആൻസർ ഖുറയുടെ അഭിപ്രായത്തിലാണ് കേട്ടോ. അത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പേര് ചോദിക്കാത്തത്. ചിലപ്പോൾ ഖുറയുടെ അക്കോർഡിംഗ് ടു ഖുറെ ഡിസ്ക്രൈബ് ദ ഐഡിയാസ് ഓഫ് കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ അങ്ങനെ ചോദിക്കാം. നോക്കുക, ഖുറയുടെ രചനകളിൽ ജാതി വ്യവസ്ഥയും ചരിത്ര പരിണാമവും കാലാകാലങ്ങളിൽ പഠിക്കാനുള്ള യഥാർത്ഥ ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇതിനുവേണ്ടി അദ്ദേഹം പുരാതന ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുകയും സോഷ്യോളജിയിൽ ചരിത്രം പ്രധാനമാണെന്നും ഈ പുരാതന ഗ്രന്ഥങ്ങളിലൂടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. GS ഗുറെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനവുമായ കൃതികളിലൊന്നായ ജാതിയും വംശവും എന്നത് ഇന്ത്യയിലെ ജാതിയും ബന്ധുത്വവും കേന്ദ്രീകരിച്ചുള്ള ഒരു കൃതിയാണ്. ഖുറയുടെ ജാതിയെക്കുറിച്ചുള്ള കൃതിയിൽ ജാതിയുടെ സാമൂഹിക തത്വങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ സവിശേഷതകളെയാണ് പരാമർശിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദു സമൂഹത്തിലെ ഒരു മനുഷ്യനെ പോലും അവർ കേരളീയനാണ്, ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഹിന്ദു എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നായർ, തീയൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ പോലുള്ള അവരുടെ വർണ്ണമോ ജാതിയോ ആണ് അവനെ തിരിച്ചറിയുന്നത്. അതായത് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവന് ഹിന്ദു ആണോ മുസ്ലിം ആണോ അല്ലെങ്കിൽ ഏതൊന്നും ചോദിക്കുന്നതിന് മുമ്പ് എന്ത് പറയുന്നുണ്ട്, ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ, അപ്പം ജാതിയാണ് അവിടെ വിശേഷിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ജാതി വ്യവസ്ഥയെ 6 ഘടനാപരമായ സവിശേഷതകൾ ഖുറെ എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്നാമത്തത് സമൂഹത്തെ ഖണ്ഡഖണ്ഡമായിട്ട് വിഭജിക്കപ്പെടുന്നു, അതായത് സമൂഹത്തെ അനേകം വിഭാഗങ്ങളാക്കിയിട്ട് വിഭജിക്കപ്പെടുന്നു എന്നുള്ളത്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ് ജന്മം കൊണ്ടാണ് തീരുമാനിക്കുന്നത്. സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലും സമൂഹത്തിൽ ജനങ്ങളുടെ പദവി നിർണ്ണയിക്കുന്നത് ജാതി. അതായത് നല്ല സമ്പത്തുണ്ട്, സമൂഹത്തിൽ നല്ല സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലും ജാതിപരമായിട്ട് താഴ്ന്ന ശ്രേണിയിലാണെങ്കിൽ പിന്നെ സമൂഹത്തിൽ സ്ഥാനം ഇവിടെ തന്നെയാണ്, താഴ്ന്ന പദവിയിൽ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എപ്പോഴും താഴ്ന്ന പദവി തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്തത് ശ്രേണീക്രമമാണ്. അദ്ദേഹം പറയുന്ന സവിശേഷതകൾ രണ്ടാമത്തെ എന്താണ്? ശ്രേണീക്രമം. ജാതി സമൂഹത്തിന് ഒരു പ്രത്യേക ശ്രേണീക്രമം ഉണ്ട് എന്ന് കുറേ പറയുന്നു. ഈ ശ്രേണിയിലെ ഏറ്റവും മുകളിൽ ബ്രാഹ്മണരും, തൊട്ട് താഴെ ക്ഷത്രിയരും, പിന്നെ വൈശ്യരും, ഏറ്റവും താഴെ ശൂദ്രരും, അതിന് താഴെ തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്ന
ഏതിലും നാലിലും പെടാത്ത വിഭാഗങ്ങളുമാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തത് ഭക്ഷണത്തിനും സാമൂഹിക ബന്ധത്തിനുമുള്ള നിയന്ത്രണങ്ങളാണ്. താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ മുതിർന്ന ജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാനോ അവർ കഴിച്ച പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കാനോ അവരോട് എന്താ പറയുക ഭക്ഷണക്രമങ്ങൾ അവരോടൊപ്പം നിന്ന് പാലിക്കാനോ ഒന്നും പാടില്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നാലാമത്തത് ആഭ്യന്തര മതപര പോരായ്മകളും വിവിധ വിഭാഗങ്ങളുടെ പ്രത്യേക അവകാശങ്ങളും എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പൊതുനിരത്തുകളിലും ആരാധനാലയങ്ങളും ഒന്നും ഉപയോഗിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നില്ല, വിലക്കുകളുണ്ടായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും വളരെ അകന്ന് മാത്രമേ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ താമസിക്കാൻ തന്നെ അനുവദിച്ചിരുന്നുള്ളൂ. അധികാര കേന്ദ്രങ്ങളിൽ എല്ലാ കാലത്തും ഉയർന്ന ജാതികളാണ് അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരാണ് അതിൽ നിയമിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സാമൂഹികമായ അടിമത്തം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതാണ് നാലാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അഞ്ചാമത്തത് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല എന്നാണ്. അതായത് വർണ്ണവ്യവസ്ഥ ജാതികളെ അവയുടെ പദവിക്കനുസരിച്ച് തരംതിരിക്കുകയും അവയ്ക്ക് ഓരോന്നിനും ഏർപ്പെടാൻ അവരുടേതായ തൊഴിലുകൾ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മറ്റുള്ള തൊഴിലുകളിൽ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും മറ്റു ഉയർന്ന ജോലികളിലൊന്നും എത്തിപ്പെടാൻ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് സാധ്യമായിരുന്നില്ല. അഞ്ചാമത്തെ പറഞ്ഞു. ഇനി ആറാമത്തത് വിവാഹ നിയന്ത്രണങ്ങളാണ്. സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സ്വജാതി വിവാഹത്തെയാണ് ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നത്. അന്യജാതികളിൽ നിന്നുള്ള വിവാഹത്തെ അവർ എതിർത്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് 6 സവിശേഷതകളായിട്ട് അദ്ദേഹം കാണുന്നത്. ഖുറേ ബന്ധുത്വ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ പാരമ്പര്യങ്ങളിലെല്ലാം ഗവേഷണം നടത്തിയ വ്യക്തിയാണ്. സംസ്കൃതത്തിൽ കാണുന്ന പതി എന്നതിന് തുല്യമായ ഗ്രീക്ക് പാരമ്പര്യത്തിൽ പോസിസ് എന്നും അല്ലെങ്കിൽ അധിപൻ എന്നുമാണ് അദ്ദേഹം കാണുന്നത്. ലാറ്റിൻ പാരമ്പര്യത്തിൽ അത് പാതിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ജാതിയെക്കുറിച്ചും ബന്ധുത്വത്തെക്കുറിച്ചും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖുറേ സംസ്കൃതം, ചരിത്രം, സാമൂഹ്യശാസ്ത്ര രീതി എന്നിവ വികസിപ്പിച്ചെടുത്തു. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ജാതി, ബന്ധുത്വം എന്നിവ രണ്ടിനെയും കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ് എന്നൊരു അഭിപ്രായം കൂടി ആർക്കുണ്ട്? ഖുറേക്ക് ഉണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ദ ഇന്ത്യൻ ട്രൈബ്സ് ആർ ഇംപെർഫെക്റ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ക്ലാസ് ഓഫ് ഹിന്ദു സൊസൈറ്റി. ഇവാലുവേറ്റ് ദ കോട്ട്സ് ഗിവൺ ബൈ ഖുറേ. അത് ഖുറേയുടെ ഒരു കൊട്ടേഷനാണ്, അല്ല ഒരു ഉദ്ധരണിയാണ്. എന്താണ്? ദ ഇന്ത്യൻ ട്രൈബ്സ് ആർ ഇംപെർഫെക്റ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ക്ലാസ് ഓഫ് ഹിന്ദു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗോത്രങ്ങൾ ഹിന്ദു സമൂഹത്തിലെ അപൂർണമായ സംയോജിത വിഭാഗമാണ്. ഇത് ഖുറേയുടെ ഒരു ഉദ്ധരണിയാണ്. അത് ഖുറേ നൽകിയ ഈ ഉദ്ധരണി വിലയിരുത്തുക എന്നാണ് ചോദ്യം. ആൻസർ, ഖുറേയുടെ ദേശീയതയാൽ സ്വാധീനിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രസങ്കല്പം. അദ്ദേഹം ലോകമെമ്പാടും അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങളിലൊക്കെ ഒരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. ആരാണ് ബഹുസംസ്കാരങ്ങളെ സമന്വയിപ്പിച്ച് രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി വലിയ ഗ്രൂപ്പുകൾ ആക്കി മാറ്റുന്നത് എന്നാണ് അദ്ദേഹം അന്വേഷിച്ചത്. രാഷ്ട്രനിർമ്മാണത്തിന് ഇത്തരം ചെറിയ ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കേണ്ടത് നിർണായകമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന ഹിന്ദു സമുദായത്തിൽ അനേകം താഴ്ന്ന ജാതിക്കാർ ഉണ്ടായിരുന്നു. ഇവരെ ഗോത്രങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഹിന്ദുമതം സ്വീകരിച്ച ഇന്ത്യയുടെ കേന്ദ്രഭാഗത്തുണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് അവതരിപ്പിച്ചു. ഈ ഗോത്രങ്ങളുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുമതത്തിലേക്കുള്ള പ്രവേശനം ഒരു ദീർഘകാല പ്രക്രിയയായിരുന്നു എന്നാണ് അശോകൻ അദ്ദേഹത്തിൻ്റെ ശിലാശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കുറെ മനസ്സിലാക്കി. ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വടക്കിഴക്കേ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരെ സംയോജിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ബേണിംഗ് കാൾഡൺ ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ടത്. സമൂഹത്തിലെ ദരിദ്ര വിഭാഗം എന്നതിലുപരി ഇവർ പിന്നോക്ക വർഗ്ഗക്കാരായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്നാണ് കുറെ മനസ്സിലാക്കിയത്. അതിനൊരുപാട് കാരണങ്ങളും കുറെ കണ്ടെത്തുന്നുണ്ട്. ഹിന്ദുമതത്തിന് കിട്ടിയിരുന്ന പ്രത്യേക അവകാശങ്ങൾ കിട്ടണമെന്ന ധാരണയിലാകാം ഈ ഗോത്രങ്ങൾ ഹിന്ദുമതത്തിൽ ചേർന്നത് എന്ന് കുറെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഗോത്രങ്ങളെല്ലാം ഒന്നിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, രാഷ്ട്രത്തിൽ ഐക്യമുണ്ടാക്കാൻ കഴിയൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഗോത്രങ്ങൾ ഹിന്ദു സമൂഹത്തിലെ പൂർണ്ണമായ സംയോജിത വിഭാഗമാണ് എന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ഖുറേസ് പെർസ്പെക്റ്റീവ്സ് ഓൺ കൾച്ചറൽ ഡിഫ്യൂഷനിസം. സാംസ്കാരിക ഡിഫ്യൂഷൻ എന്ന വ്യാപനത്തെക്കുറിച്ചുള്ള ഖുറേയുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കാനാണ് അടുത്തത് ചോദിക്കുന്നത്. അതിന് ആൻസർ WH റിവേഴ്സിൻ്റെ സാംസ്കാരിക വ്യാപന സങ്കല്പമാണ് ഖുറേയെ സ്വാധീനിച്ചത്. സംസ്കൃതം അല്ലെങ്കിൽ സംസ്കാരം ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്ത് രൂപപ്പെട്ട് പിന്നീട് എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആരുടെ? WH റിവേഴ്സിൻ്റെ വാദം. എല്ലാ മേഖലകളിലും വ്യാപിക്കും എന്നുള്ള തത്വത്തെ ആരും അംഗീകരിച്ചു? ഖുറേയും അംഗീകരിച്ചു. ദ ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ പ്ലാസൻഡ
അതുപോലെ മെഗാലിത്തിക് റിമെയിൻസ് ഇൻ ഇന്ത്യ തുടങ്ങിയ സംസ്കൃത അല്ലെങ്കിൽ സാംസ്കാരിക പ്രയോഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാംസ്കാരിക വ്യാപനം നടക്കാൻ അല്ലെങ്കിൽ അത് വ്യക്തമാണ് എന്ന് കുറേ പറയുന്നുമുണ്ട്. സംസ്കാരത്തിൻ്റെ സ്ഥിരമായ വളർച്ച അനന്തമാണ് എന്നാണ് കുറേയുടെ അഭിപ്രായം. നാഗരികതയുടെ വളർച്ചയും തകർച്ചയും എന്ന് അദ്ദേഹം പറയുന്നത് ഈ സംസ്കാരത്തിൻ്റെ വളർച്ചയും തകർച്ചയുമാണ്. സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ നിന്ന് രൂപപ്പെടുന്ന ചില മൂല്യങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ചില മൂല്യങ്ങളെ കുറെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മാനദണ്ഡമാണ് അല്ലെങ്കിൽ മതബോധം എന്ന് പറയും കേട്ടോ. മതബോധം. രണ്ടാമത്തത് മനസ്സാക്ഷി. മൂന്നാമത്തത് നീതി. അടുത്തത് അറിവിൻ്റെ സ്വതന്ത്രമായ അന്വേഷണം. മറ്റൊന്ന് സ്വതന്ത്ര ആവിഷ്കാരം. ഇനി ഒന്ന് സഹിഷ്ണുത. ഇത്രയാണ് അദ്ദേഹം പറയുന്ന സംസ്കാരത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് രൂപം കൊള്ളുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. സംസ്കാരം എന്നത് വ്യക്തിഗതമായിട്ടുള്ള ഒരു നേട്ടമാണ്. അത് കൂടുതൽ വ്യക്തികൾ അവരുടെ നേട്ടങ്ങളിൽ മികവ് പുലർത്തുമ്പോൾ എന്തുണ്ടാവുന്നു? നാഗരികത സമ്പന്നമാകുന്നു എന്നും കുറെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിന്ന് ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് അനലൈസ് ഗുറേസ് ഐഡിയോളജി ടു എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ സവിശേഷതകൾ പരിശോധിക്കാൻ കുറേ പ്രത്യയ ശാസ്ത്രം വിശകലനം ചെയ്യുക എന്നാണ് അതിൻ്റെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് നമ്മൾ ഇതിൽ പറഞ്ഞ 2 ആൻസറുകളെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഏതൊക്കെയാണ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞത്, ഏതൊക്കെയാണത്? ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നമ്മൾ പറഞ്ഞത് ഖുറയുടെ പെർസ്പെക്റ്റീവ്സ് തന്നെയാണ്. അത് 3 കൂടി ചേർത്താണ്. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? ഡിസ്ക്രൈബ് ദ ഐഡിയ ഓഫ് കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ. ജാതി ബന്ധുത്വം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് ചേർത്ത് എഴുതുക. അതേപോലെ ദ ഇന്ത്യൻ ട്രൈബ്സ് ആർ ഇംപെർഫെക്റ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ക്ലാസ് ഓഫ് ഹിന്ദു സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയെ കേന്ദ്രീകരിച്ചുള്ള ആൻസർ അതിലേക്ക് ചേർത്ത് എഴുതുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ ഏതിലാണ് കണ്ടത്? കൾച്ചറൽ ഡിഫ്യൂഷനിൽ റിവേഴ്സിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആൻസർ കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്കതിൽ നിന്ന് എസ്സേൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അതായത് ഖുറയുടെ പെർസ്പെക്റ്റീവ്സ്, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, ആ 3 വീക്ഷണങ്ങൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് എഴുതി ചേർത്താൽ ആ ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയാണ് അതിന് വരാനുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു യൂണിറ്റ്, ഇതിൽ 2ാമത്തെ യൂണിറ്റിൽ വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഓഫ് ഡ്യൂമണ്ട് റൈറ്റിങ്സ്. ഡ്യൂമോണ്ടിൻ്റെ രചനകളിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഡ്യൂമോണ്ടിന് അടുത്ത യൂണിറ്റിൽ വരുന്ന ആൾ. ശ്രേണീക്രമം, ജാതി വർണ്ണ സമ്പ്രദായങ്ങൾ, ബന്ധുത്വവും വിവാഹവും, ശുദ്ധിയും അശുദ്ധിയും, വ്യക്തിത്വവും സമഗ്രതയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ. 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി. ശുദ്ധിയും അശുദ്ധിയും എന്ന തത്വത്തിനനുസരിച്ച് ജാതി വ്യവസ്ഥയുടെ 3 സ്വഭാവ സവിശേഷതകൾ ഏതെല്ലാമാണ്? 2 മാർക്ക് ചോദിച്ചാൽ അത് പോയിൻ്റായിട്ട് തന്നെ എഴുതാനുള്ളൂ, കൂടുതലൊന്നും എഴുതാനില്ല. അപ്പോൾ പോയിൻ്റ് തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. 1ാമത്തത് ശ്രേണീക്രമം, 2ാമത്തത് വിഭജനം അഥവാ വേർപിരിയൽ, 3ാമത്തത് തൊഴിൽ വിഭജനം. ഇത് 3ആണ് ആശയം. ഇനി 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടെമ്പററി ഇംപ്യൂരിറ്റി ആൻഡ് പെർമനൻറ്റ് ഇംപ്യൂരിറ്റി. ഇത് എസ്സേ ആയിട്ട് ചോദിക്കുക കേട്ടോ. എസ്സേ ആയിട്ട് ചോദിക്കുക, 5 മാർക്കിന് ചോദിക്കുക. എത്ര ചോദിച്ചാൽ നമുക്ക് ഇതാണ് അതിൽ എഴുതാനുള്ളത്. നമുക്ക് എന്താണ് ചോദ്യം? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടെമ്പററി ഇംപ്യൂരിറ്റി ആൻഡ് പെർമനൻറ്റ് ഇംപ്യൂരിറ്റി എന്നാണ്. താൽക്കാലിക അശുദ്ധിയും സ്ഥിരമായ അശുദ്ധിയും തമ്മിൽ വേർതിരിക്കുക എന്നാണ്. അതായത് താൽക്കാലിക അശുദ്ധി എന്നുള്ളതുകൊണ്ട് നമ്മൾ ചുരുക്കിയിട്ടൊന്ന് പറയാം. താൽക്കാലിക അശുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അശുദ്ധികളാണ്. അതെവിടെയെങ്കിലും പുറത്ത് പോയി വന്നാൽ ആരെങ്കിലും താഴ്ന്ന ജാതിക്കാരെ തൊടുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയോ അവർ ഇടപഴകേണ്ടത് സമ്മതിക്കില്ല സമൂഹത്തിൽ. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അത് താൽക്കാലിക. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച ആർത്തവ സമയം എന്ന് പറയുന്നത് എന്താണ്? ഒരു താൽക്കാലിക അശുദ്ധി സമയമാണ്. അപ്പോൾ ആ താൽക്കാലിക അശുദ്ധി സമയത്ത് അശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അതിൽ നിന്ന് മുക്തി നേടിയിട്ട് ശുദ്ധി നേടാൻ കഴിയും, ശുദ്ധത വരുത്താൻ കഴിയും. അപ്പോൾ അതാണ് താൽക്കാലിക അശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എസ്സേ എഴുതുമ്പോൾ കുറച്ച് വിശദീകരിച്ചതാണ്, അതിന് ഞാൻ നോട്ടിലുള്ളത് പറയാം. പിന്നെ സ്ഥിരമായിട്ടുള്ള അശുദ്ധി എന്ന് പറയുന്നത് ആരുടേതാണ്? തൊട്ടുകൂടാത്തവരുടേതാണ്. അതന്ന് സമൂഹം അങ്ങനെ ചിത്രീകരിച്ച് വെച്ചാൽ അവർ തൊട്ടാലും അവർ പിടിച്ചാലും അവർ നോക്കിയാലും ഒക്കെ അശുദ്ധിയായിട്ട് കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്. അതാണ് എന്ത്? സ്ഥിരം. അപ്പോൾ അതവർ സ്ഥിരം അശുദ്ധിക്കാരാണ്. ഇനി നമുക്കതൊന്ന് വിശദീകരിച്ച് പറയാൻ നോക്കാം. ജാതിയിൽ ബ്രാഹ്മണർക്കും തൊട്ടുകൂടാത്തവർക്കും പ്രത്യേകം വേർതിരിവുണ്ടായിരുന്നു എന്നതാണ് ഡ്യൂമോണ്ടിൻ്റെ ഈ സൂചന കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് തന്നെ. ഒറ്റ നോട്ടത്തിൽ ഈ വേർപ്പെടുത്തൽ ശുചിത്വത്തിൻ്റെ പേരിലാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒരു മതപരമായ സങ്കല്പമാണെന്നാണ് ഡ്യൂമോണ്ട് കണ്ടെത്തിയത്, ശുചിത്വത്തിൻ്റെ പേരിലല്ല. ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ അവരുടെ ജൈവ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക അശുദ്ധി എന്ന ആശയമാണ് ഈ ശുദ്ധിയും അശുദ്ധിയും എന്ന ആശയത്തിൻ്റെ പിന്നിലെ കാരണമെന്നാണ് ഡ്യൂമോണ്ട് തിരിച്ചറിയുന്നത്. അശുദ്ധിയിലേക്ക് നയിക്കുന്ന ജോലികൾ
ജോലികളായുള്ള ഇടപെടൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ സ്ഥിരമായ അശുദ്ധിയിലേക്ക് നയിക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ലോകമെമ്പാടുമുള്ള ജനനം, മരണം, മറ്റ് വ്യക്തിഗത സംഭവങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ ജീവിത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അശുദ്ധി എന്ന പൊതുസങ്കല്പമാണ് ഡ്യൂമോണ്ട് പുറത്തു കൊണ്ടുവന്നത്. താൽക്കാലിക അശുദ്ധി ബാധിച്ചവർ ഒറ്റപ്പെട്ടവരാണ്. ഈ ഒറ്റപ്പെടൽ ഹിന്ദു സമൂഹത്തിൽ മാത്രമുള്ളതായിരുന്നില്ല. അതിന് സമാന്തമായ പ്രവൃത്തികൾ പോളിനേഷ്യയിലും അതുപോലെ കത്തോലിക്ക മതത്തിലെ ചില ആചാരങ്ങളിലും കാണാമെന്ന് ഡ്യൂമോണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഹിന്ദുമതം ഈ ജോലികൾ പല പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം നൽകിക്കൊണ്ട് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഈ വിഭാഗത്തിന് അശുദ്ധി എന്നേക്കും ഒരു അശുദ്ധിയായിട്ടുള്ള അതാണ് ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അശുദ്ധി. അധ്വാനിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെയോ ജാതിയുടെയോ ശുദ്ധിയുടെ തോത് തൊഴിലിൻ്റെ അശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശവങ്ങളും മൃഗങ്ങളുടെ തൊലിയും കൈകാര്യം ചെയ്യുന്ന ചണ്ടാളന്മാർ, അതുപോലെ ചാമർമാർ എന്നിവർ യഥാക്രമം ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ളവരായിട്ട്, സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അവരെന്താണ്, അശുദ്ധിയുടെ മറ്റൊരു സമ്പർക്കമാണ്. അതായത് അവർക്ക് എന്നും അശുദ്ധിയുള്ള ടീമായിട്ടാണ് അവർ, അതായത് സ്ഥിര അശുദ്ധിയുള്ളവരായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അശുദ്ധിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ ജനനം, മരണം, ആർത്തവം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അശുദ്ധി ഉണ്ടാകുന്നത് എന്താണ്, താൽക്കാലിക അശുദ്ധിയാണ്. ബ്രാഹ്മണൻ്റെ പരിശുദ്ധി സമൂലമായി ഇല്ലാതാക്കുന്നത് വരെ ഈ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഈ അശുദ്ധി ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് ഡ്യൂമോണ്ടിൻ്റെ വാദം. അത് പ്രത്യേകം ചേർത്ത് എഴുതാം കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇവാലുവേറ്റ് ഡ്യൂമോണ്ട്സ് ഐഡിയ ഓഫ് ഹ്യൂമനിസം ടു അനലൈസ് ദ ഹിയറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതിവ്യവസ്ഥയുടെ ശ്രേണിബന്ധത്തെ വിശകലനം ചെയ്യുന്നതിനായിട്ട് ഡ്യൂമോണ്ട് ഹോളിസത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ വിലയിരുത്തുക. അതല്ലെങ്കിൽ അത് എങ്ങനെ ചോദിക്കാം, എക്സ്പ്ലെയിൻ ഡ്യൂമോണ്ട്സ് ഐഡിയ ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ഓൺ ദ കാസ്റ്റ് സിസ്റ്റം. ഡ്യൂമോണ്ടിൻ്റെ ജാതി വ്യവസ്ഥയുടെ തൊഴിൽ വിഭജനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ വിശദീകരിക്കുക. രണ്ട് രീതിയിൽ ചോദിച്ചാലും ഒരേ ആൻസറാണ് പറയാനുള്ളത്. നമുക്ക് തൻ്റെ ഹോളിസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഡ്യൂമോണ്ട് ജാതിയുടെ പരസ്പരാശ്രിതത്വവും സ്പെഷ്യലൈസേഷനും പഠിക്കുന്നുണ്ട്. ജാതികളെ മൊത്തത്തിൽ ഒന്നിലധികം തൊഴിലുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ കേന്ദ്രീകരണം ഗ്രാമങ്ങളിൽ ഒരു പരസ്പരാശ്രിതത്വം സൃഷ്ടിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ജാതി തൊഴിൽ കേന്ദ്രീകരണം ആയിരുന്നെങ്കിലും ഗിൽഡ് അതുപോലെ ജജ്മാനി സമ്പ്രദായങ്ങളെക്കുറിച്ചും ഡ്യൂമോണ്ട് പറയുന്നുണ്ട്. ജജ്മാനി സമ്പ്രദായം എന്നത് താഴ്ന്ന ജാതിക്കാർ താമസം, ഭക്ഷണം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഉന്നത ജാതിക്കാരുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ഭൂമിയിൽ അധ്വാനിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ജാതി വ്യവസ്ഥയിൽ ഭൂവുടമകളും ഒട്ടും ഭൂമിയിൽ സ്വന്തമായിട്ടില്ലാത്തവരും ഉണ്ടായിരുന്നു. മേധാവിത്വ ജാതികളാണ് ഭൂവുടമകൾ, മറ്റുള്ളവർ ഇവർക്ക് കീഴിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം. ഉന്നത ജാതിക്കാർ ചിലർക്ക് പാട്ടത്തിനും ഭൂമി കൊടുത്തിരുന്നു. താഴ്ന്ന ജാതിക്കാർ കാർഷിക അടിമകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും മാത്രമേ കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. കൂലി ഉണ്ടായിരുന്നില്ല അവർക്ക്, അതുകൊണ്ടാണ് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. കേരളത്തിൽ മേധാവിത്വ ജാതി നമ്പൂതിരിമാർ അഥവാ ബ്രാഹ്മണരായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശേഷിക്കുന്നവരൊക്കെ ആരാണ്, കുടിയാന്മാരുമായിരുന്നു. ജാതിയും തൊഴിലും വിവരിക്കുന്നിടത്ത് ഡ്യൂമോണ്ട് പറയുന്നത് കാർഷിക തൊഴിലാളികളും ഓരോ ജാതികളിലും തൻ്റേതായ തൊഴിലിനെ നിശ്ചയിച്ചിരുന്നതുകൊണ്ട് മതപരമായ കർമ്മങ്ങളിൽ നടത്തുന്നതിനും നിർബന്ധിത തൊഴിൽ ചെയ്യുന്നതിനും തൊട്ടുകൂടാത്തവരും സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ബ്രാഹ്മണർ മതകർമ്മങ്ങൾ ചെയ്തു, തൊട്ടുകൂടാത്തവർ അനുഭവിക്കുന്നവർ തോട്ടിപ്പണിക്കാരും കള്ളുചെത്തുകാരുമായിരുന്നു. അതുപോലെ ബ്രാഹ്മണർ പൂജാകർമ്മങ്ങളിലൂടെയും മറ്റും മേധാവിത്വം നിലനിർത്തുകയും അവരുടെ ആ നിർവഹിക്കുന്നതിലൂടെ മറ്റുള്ളവരെ താഴ്ന്നവരായിട്ട് കാണുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജാതിവ്യവസ്ഥയിലെ തൊഴിൽ വിഭജനം മതത്തിൽ നിന്നുള്ള പരസ്പരാശ്രിതത്തെ ഇല്ലാതാക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുമുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് സെപ്പറേഷൻ ഇൻ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജാതി ബന്ധുത്വ സമ്പ്രദായങ്ങളിലെ വേർതിരിവ്, സെപ്പറേഷൻ എന്ന സങ്കല്പം വിലയിരുത്തുക എന്നാണ്. ജാതിയുടെ സ്വഭാവ സവിശേഷതകൾ നിർണായകമായ ഒന്നാണ് വേറിട്ട് നിൽക്കൽ അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. വിവാഹ കാര്യത്തിൽ മാത്രമല്ല വേർപിരിയൽ, പരസ്പരമുള്ള സ്പർശനത്തിലും ഭക്ഷണത്തിലും വരെ ഈ വേർപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഈ വിഭജനത്തെക്കുറിച്ചുള്ള പഠനം ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളും സിദ്ധാന്തങ്ങളെയും കൂടാതെ തെക്ക് വടക്ക് ഇന്ത്യയിലുടനീളം ശേഖരിച്ച എത്നോഗ്രാഫിക് ഡാറ്റയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലുടനീളമുള്ള വിവിധ രേഖകളിലും ജാതികളിലും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചിട്ടുമുണ്ട്. വിവാഹത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ കാണുന്ന രണ്ട് സവിശേഷതകളാണ് ജാതിയും ബന്ധുത്വവും. ജാതി വ്യവസ്ഥയിൽ സ്വഗണ വിവാഹമാണ് നിലനിന്നിരുന്നത്. അത് ജാതിയുടെ പവിത്രത നിലനിർത്താൻ ആവശ്യമായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. മറ്റു ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഒരിക്കലും അനുവാദം ഉണ്ടായിരുന്നില്ല. വിഭജനത്തിൻ്റെ മറ്റൊരു വിവിധ രൂപമാണ് നേരിട്ടോ അല്ലാതെയുള്ള
ബന്ധത്തിലായിരുന്നു കണ്ടിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. നേരിട്ട് തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നവർ ഇൻഡോളജിക്കൽ ഗ്രന്ഥങ്ങളും സ്വന്തം നിരീക്ഷണങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ട് തൊട്ടുകൂടായ്മയെ ഡ്യൂമോണ്ട് 2 രീതിയിൽ സാമാന്യവൽക്കരിച്ചിട്ടുണ്ട്. മതപരമായ അപകർഷതയും ഭൗതിക അടിച്ചമർത്തലുമാണ് ആ 2 രീതികൾ. തൊട്ടുകൂടായ്മ ഉള്ളവർക്ക് മതപരമായും താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ദേവാലയങ്ങളിൽ പ്രവേശിക്കാനോ മതകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ അനുമതി ഉണ്ടായിരുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യവും അതുപോലെ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ഉടമസ്ഥതയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഭൂവുടമകൾ ഇവരുടെ മരണം വരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. പരോക്ഷ മലിനീകരണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഭക്ഷണവും പാനീയങ്ങളും സേവിക്കുന്നതിനെക്കുറിച്ചും ഉപഭോഗത്തെക്കുറിച്ചും ഡ്യൂമോണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പാചകത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും രീതികളും ഇടയ്ക്കിടെയുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് വ്യാപിച്ചത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. വേദങ്ങളിലും മനുഷ്യരിലും അതുപോലെ സസ്യാഹാരവും മറ്റു ഭക്ഷണവും രീതികളും പറയുന്നുണ്ട്. എന്നാൽ മാംസാഹാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൽ കൂടുതലായിട്ട് കാണുന്നില്ല. ഇനി വാട്ട് ഈസ് ഹോമോ ഹൈറാർക്കിക്കസ് അക്കോർഡിംഗ് ടു ഡ്യൂമോണ്ട് എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഡ്യൂമോണ്ടിൻ്റെ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന സങ്കല്പത്തെക്കുറിച്ച് അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് കേട്ടോ. സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. 1966 ഫ്രഞ്ച് ഭാഷയിൽ ഡ്യൂമോണ്ട് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്നത്. 1970 അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അതിൻ്റെ മുഴുവൻ പതിപ്പും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങളാണ് നൽകുന്നത്. തൻ്റെ കാലത്തെ ജാതിയും അതിൻ്റെ ഭരണപരമായ ആശയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഡ്യൂമോണ്ട് എത്നോഗ്രാഫിക് ഡാറ്റയും സ്വീകരിച്ചിട്ടുണ്ട്. ജാതിയെക്കുറിച്ചുള്ള പാശ്ചാത്യ ധാരണയെ സാധാരണയിൽ നിന്നുള്ള വ്യതിചലനമായിട്ട് അദ്ദേഹം വിമർശിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിലെ സമത്വത്തിൻ്റെ ആദർശങ്ങൾക്കെതിരായി അദ്ദേഹം സ്ഥാപിക്കുന്ന അധികാര ശ്രേണി എന്ന ആശയമാണ് ഈ കൃതിയുടെ കേന്ദ്രബിന്ദു. ജാതിയെ വാചകപരമായി നിർമ്മിച്ച ഒരു ശ്രേണിയുടെ സിദ്ധാന്തത്തിലേക്കുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഈ പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൻ്റെ മുഴുവൻ പാരമ്പര്യ ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കുകയും പരസ്പരം വേർതിരിച്ച് 3 സ്വഭാവ സവിശേഷതകൾ കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രേണി സങ്കല്പത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിശദീകരണം നൽകുന്നത്. ജാതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തിഗത ജാതികളെക്കാൾ മുഴുവൻ ജാതി വ്യവസ്ഥകളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം സമൂഹങ്ങളിലും അവരുടെ മതങ്ങളിലൂടെ പ്രതിഫലിക്കുന്ന ഒന്നാണ്. ജാതി സമൂഹത്തിന് മതപരമായ സ്വഭാവമാണ് ഉണ്ടാവുക. ശ്രേണീക്രമ തത്വം മനസ്സിലാക്കാൻ അദ്ദേഹം പരിശുദ്ധിയുടെയും ശുദ്ധിയുടെയും ബൈനറിയെ ബന്ധിപ്പിച്ചു. ഇതിനപ്പുറം 4 വർണ്ണങ്ങളുടെയോ നിറങ്ങളുടെയോ ഒരു ശ്രേണിയും ഉണ്ട്. ബ്രാഹ്മണർ അഥവാ പുരോഹിതന്മാർ, ക്ഷത്രിയർ അഥവാ യോദ്ധാക്കൾ, വൈശ്യർ അഥവാ കച്ചവടക്കാർ, ശൂദ്രർ എന്നിവരാണ് ആ 4 ജാതികൾ. ഈ വർഗീകരണത്തിന് പുറത്തുള്ളവരാണ് ആര്? അതായത് ഈ 4 ജാതിയിലും പെടാത്തവരാണ് ആര്? തൊട്ടുകൂടാത്തവർ. അവിടെ ആത്മീയ അധികാരം ബ്രാഹ്മണരുടെ കൈവശമാണ് ഉണ്ടാവുക. അവർ ക്ഷത്രിയർ രാജാക്കന്മാരോ ഭരണാധികാരികളോ ആണ് എന്നതുകൊണ്ട് അവർക്ക് താൽക്കാലികമായിട്ട് കീഴടങ്ങുന്നത്. ജാതിയും വർണ്ണവും പരസ്പരം വിരുദ്ധമായിട്ടാണ് കണക്കാക്കിയിരുന്നതെങ്കിലും രണ്ടും സംഗ്രഹിക്കുമ്പോൾ ചില സവിശേഷതകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നും ഡ്യൂമോണ്ട് പറയുന്നുണ്ട്. വർണ്ണം, ജാതി എന്നീ ആശയങ്ങൾ അകലുന്നു എന്ന ഒരു ആശയം പങ്കിടുന്നുണ്ട്. ഇത് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ പലപ്പോഴും ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട് എന്നും ഡ്യൂമോണ്ട് അഭിപ്രായപ്പെടുന്നു. ജാതി പ്രവർത്തനത്തെക്കാൾ പാരമ്പര്യത്തെ പിന്തുടരുന്നുണ്ട് അദ്ദേഹം. ജാതി ജനത്താൽ നിശ്ചയിക്കപ്പെടുന്നതാണെങ്കിൽ ജാതി വ്യവസ്ഥയിൽ ജാതി അവരുടെ തൊഴിലിനെ കുലത്തൊഴിൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇത് തൊഴിൽ അവർ ഉൾക്കൊള്ളുന്ന വർണ്ണത്തെ നിർണ്ണയിക്കും എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നു എന്ന് ഡ്യൂമോണ്ട് പറയും. ഇത്രയാണ് ഇതിന്ന് രണ്ടിൽ അപ്പോൾ ഹോമോ ഹൈറാർക്കിക്കസ് എസ്സേ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ 3 പെർസ്പെക്റ്റീവ്സുകൾ കൂടി ഗുറയുടെ 3 കാഴ്ചപ്പാടുകൾ കൂടി ചേർത്തെഴുതിയാൽ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ എസ്സേയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.